Hello and welcome back to my YouTube channel. I hope all of you are doing really well. I have come with another cooking video. We are not doing it in the kitchen, we are doing it on the dining table. I share a recipe is my favorite snow baked cheesecake. ഞാൻ കുക്കിംഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്നുവെച്ചാൽ കുക്കിംഗ് ചെയ്യുമായിരുന്നു, പക്ഷേ ഈ സ്വീറ്റ്സ് ഡിസേർട്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ സാധനമാണ് ഈ ചീസ് കേക്ക്. ആൻഡ് ഇറ്റ് വാസ് എ ഹ്യൂജ് സക്സസ്. വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായി. എൻ്റെ സ്കൂളിൽ ആയിരുന്ന സമയത്താണ് ഞാനത് ആദ്യം ഉണ്ടാക്കിയത്, അവർക്കും ഇഷ്ടമായി. അപ്പോൾ ഓവറോൾ വെരി ഗുഡ് റെസിപ്പി ആൻഡ് ഐ വാണ്ടഡ് ടു ഷെയർ ദാറ്റ് വിത്ത് യു ഗൈസ്. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ആ റെസിപ്പിയാണ്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ ചീസ് കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. ഓഫ് കോഴ്സ് വി നീഡ് ക്രീം ചീസ് ഉണ്ട്, ദെൻ വി ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് വിപ്പിംഗ് ക്രീം, വി ഹാവ് മെൽറ്റഡ് ബട്ടർ, വി ഹാവ് ഇതിൻ്റെ അകത്ത് ആരോറൂട്ട് ബിസ്ക്കറ്റ് ആട്ടോ, ആരോറൂട്ട് ബിസ്ക്കറ്റ് ഉണ്ട്, വി ഹാവ് സം യോഗർട്ട് ദാറ്റ് ഈസ് സാധാരണ ഗ്രീക്ക് യോഗർട്ട്, സം ഹണി, സം gelatin and 2 fruits. അത് ഞാൻ നിങ്ങൾക്ക് എന്തിനാന്ന് ഓൺ ദ വേ ഐ വിൽ എക്സ്പ്ലെയിൻ. ചീസ് കേക്കിൻ്റെ ഇത്രയും ഭാഗം ഒരു ഫ്ലേവറും മുകളിൽ നമ്മളൊരു കുഞ്ഞിച്ചിരി ഒരു ഫ്ലേവറിങ് ആഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ അങ്ങനത്തെ ഒരു 2 ഫ്ലേവർ ചീസ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ വി ആർ ഹാവിങ് ദ ഫ്രൂട്ട്സ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് വി നീഡ് ദ ബേസ് ഓഫ് അവർ ചീസ് കേക്ക്. എവറി ചീസ് കേക്ക് ഹാസ് എ ബിസ്ക്കറ്റ് ബേസ്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ്. ഈതർ നിങ്ങൾക്ക് ബിസ്ക്കറ്റ് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് ഇങ്ങനെ അമക്കി യു ക്യാൻ മേക്ക് ഇറ്റ് ഇൻ ടു ഈ അവസ്ഥയാക്കി എടുക്കാം. അല്ലെങ്കിൽ യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ എ മിക്സി ആൻഡ് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഹാഫ് ഓൾറെഡി അടിച്ചെടുത്തിട്ടുണ്ട്, ഈ ഹാഫും കൂടി ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ടിട്ട് വരാം. വി ആർ യൂസിങ് 100 grams ഓഫ് ബിസ്ക്കറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ആരോറൂട്ട് ആട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ബിസ്ക്കറ്റ് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കുഞ്ഞു പീസൊക്കെ ഇങ്ങനെ ഇതാവാണ്ടിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഈ അടിച്ചതും കൂടി ഈ പ്ലാസ്റ്റിക് ബാഗിലേക്ക് ഇടുകയാണ്. ലൈക്ക് ദാറ്റ്. ഇച്ചിരി സ്റ്റക്കായിട്ട് ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ സൈഡിൽ. അടുത്തത് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇസ് 40 grams ഓഫ് മെൽറ്റഡ് ബട്ടർ. സോൾട്ടഡ് ബട്ടർ ആവാം, അൺസോൾട്ടഡ് ബട്ടർ ആവാം, ഏതാണെങ്കിലും പ്രശ്നമില്ല കേട്ടോ. അത് ആക്ച്വലി വേണമെങ്കിൽ ഈ ബിസ്ക്കറ്റ് അടിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ മിക്സിയിലിട്ട് അടിച്ചാലും ഓക്കെയാണ്. ഞാൻ മിക്സിയിലിട്ട് അടിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ ഒട്ടിപ്പിടിക്കും. മിക്സിയുടെ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ഒട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ ഈവൻലി മിക്സ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ബാഗിൽ തന്നെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 40 grams ഓഫ് മെൽറ്റഡ് ബട്ടർ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് ബാഗ് നല്ല ടൈറ്റായിട്ട് അടയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്മോളർ ബാഗ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി മിക്സ് ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു. ഇതിപ്പോൾ ആകെ ലിറ്റിൽ ബിറ്റ് ഓഫ് ആരോറൂട്ടേ ഉള്ളൂ. വലിയ ബാഗ് ആയതുകൊണ്ടാണ് കുറച്ച് പാട്. എനിവേസ് നമ്മൾ നമ്മുടെ ബട്ടർ ഇതിൽ ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ആസ് ഈവൻലി ആസ് യു ക്യാൻ. ഇതിങ്ങനെ മിക്സ് ചെയ്താൽ മതി, മിക്സ് ആയിക്കോളും. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു പുട്ട് ദിസ് ഇൻടു അവർ കേക്ക് ടിൻ. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ കേക്ക് ടിന്നാണ്. ഇതിൻ്റെ അളവൊന്നും എനിക്കറിയില്ല കേട്ടോ, പക്ഷേ ഇതിങ്ങനെ ഓപ്പൺ ആവുന്ന കേക്ക് ടിന്നാണ്. ഞാൻ എപ്പോഴും ചീസ് കേക്ക് ഉണ്ടാക്കുന്ന ഇതിലാണ്. ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിത് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഇടുക കേട്ടോ. ഇതുപോലെ ചുമ്മായും ഇറ്റ് ടേസ്റ്റ്സ് റിയലി ഗുഡ്. ചിലപ്പോൾ ഞാനിത് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി എക്സ്ട്രാ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ചുമ്മാ ഇഫ് യു ആർ ഈറ്റിംഗ് യോഗർട്ട് ഓർ അങ്ങനത്തെ എന്ത് സാധനങ്ങളാണെങ്കിലും അതിൻ്റെ ഒപ്പം യു ക്യാൻ ജസ്റ്റ് ആഡ് ദിസ് ഓൺ ടോപ്പ് ആൻഡ് ഇറ്റ് ടേസ്റ്റ് റിയലി ഗുഡ്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ കേക്ക് ടിന്നിൻ്റെ അടിയിൽ ഒരു ഈവൻ ലെയറായിട്ടൊന്ന് മിക്സ് ചെയ്തിടുക. ഇങ്ങനെ ഫ്ലാറ്റ് ആക്കിയിട്ട് ഇടുക. അപ്പോൾ നമ്മുടെ ചീസ് കേക്കിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി ഐറ്റംസ് റെഡിയാക്കുന്ന സമയം കൊണ്ട് ഇത് വി വിൽ കീപ്പ് ഇൻ ദ
ഫ്രീസർ. അപ്പോൾ ഇതൊന്ന് സെറ്റാവും. എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ നമ്മുടെ ചീസ് കേക്ക് ബാറ്റർ ഒഴിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്രീം ചീസ് ബാറ്ററാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ബേക്കല്ല ചെയ്യുന്നത്, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വി ഹാവ് ടു ആഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ജെലറ്റിൻ. ഞാനപ്പോൾ ഇവിടെ 5 grams ഓഫ് ജെലറ്റിനാണ് എടുക്കുന്നത്. ഞാനിതിന് മുമ്പ് വേറൊരു ബ്രാൻഡിൻ്റെ ജെലറ്റിൻ യൂസ് ചെയ്തിട്ടുണ്ട്, അഗാർ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം വലിയ പ്രശ്നമില്ലാണ്ട് വന്നിട്ടുണ്ട്. വിൽ സീ ഹൗ ദിസ് വൺ വർക്ക്സ്. ഇതിൻ്റെ അകത്തേക്ക് നമ്മളൊരു 25 ml വാട്ടറാണ് ഒഴിക്കുന്നത്. 25 ml നിങ്ങൾ അളന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെ ലിറ്റിൽ ബിറ്റ് ഓഫ് വാട്ടർ, അതൊന്ന് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്തത് ഞാനിവിടെ 200 grams ഓഫ് ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. ക്രീം ചീസ് റൂം ടെമ്പറേച്ചർ ക്രീം ചീസ് ആട്ടോ നിങ്ങൾ എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചപ്പോൾ ഇറ്റ് വാസ് എ ലിറ്റിൽ ഫ്രോസൺ, അതുകൊണ്ട് ദർ ആർ ലിറ്റിൽ ലൈക്ക് ബോൾസ് ഇൻ ദിസ്. അപ്പോൾ പക്ഷെ ദാറ്റ്സ് ഫൈൻ, നമ്മളത് മിക്സ് ചെയ്ത് വരുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. അപ്പോൾ നിങ്ങളുടെ ഫ്രോസൺ ക്രീം ചീസ് എന്ത് ക്രീം ചീസ് ആണെങ്കിലും അതൊന്ന് മിക്സ് ചെയ്ത് സ്മൂത്ത് ആക്കുക. അടുത്തത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നതാണ് ഹണി. നമ്മളിവിടെ 60 grams ഓഫ് ഹണിയാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ ചീസ് കേക്കിന് സ്വീറ്റ്നെസ് വരുന്നത് ഈ ഹണിയിൽ നിന്നാണ്. 60 grams ഓഫ് ഹണി കേട്ടോ. ഈ 60 grams ആക്ച്വലി നിങ്ങൾ വിചാരിക്കും ഇത് ഒരുപാട് ഹണി ഉണ്ടെന്ന്, പക്ഷേ ഇറ്റ്സ് നോട്ട് സ്വീറ്റ് അറ്റ് ഓൾ ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് ദിസ് ഇസ് ഗുഡ്. അടുത്ത നമ്മൾ ആഡ് ചെയ്യുന്നത് ഗ്രീക്ക് യോഗേർട്ടാണ്. 50 grams ഓഫ് ഗ്രീക്ക് യോഗേർട്ട്. ഫ്ലേവേർഡ് യോഗേർട്ട് ഇടുന്നത് നമ്മുടെ ക്രീം ചീസിൻ്റെ ഫുൾ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ പ്ലെയിൻ ഗ്രീക്ക് യോഗേർട്ടാണ് എപ്പോഴും ബെസ്റ്റ് കേട്ടോ. 50 grams ഓഫ് യോഗേർട്ട്. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ക്രീം ചീസുമായിട്ട്. ബാക്കി 2 ഇൻഗ്രീഡിയൻസിനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് നമ്മൾ എടുത്തു വെച്ചിരുന്ന 5 gram ഓഫ് ജെലറ്റിൻ. ഇത് നമ്മൾ ഒന്ന് ചൂട് വെള്ളത്തിൽ വെച്ച് ഒന്ന് ആറ്റിയെടുക്കുക. ഇച്ചിരി ഹോട്ട് വാട്ടർ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു ലിക്വിഡ് പോലെയാവും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിതിങ്ങനെ ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. പ്ലീസ് ബി കെയർഫുൾ. എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ ഈ റെസിപ്പി ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് ഓരോ ബ്രാൻഡിൻ്റെ ജെലറ്റിനാണ്. ചില ബ്രാൻഡിൻ്റെ ജെലറ്റിൻ ഇങ്ങനെ ചൂടുവെള്ളം വെച്ച് മിക്സ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ലിക്വിഫൈ, സം വോണ്ട് ലിക്വിഫൈ, സം നമ്മൾ ഡയറക്റ്റ്ലി ഇതിലേക്ക് ആഡ് ചെയ്താലും നമ്മളിങ്ങനെ ലിക്വിഫൈ ചെയ്യാണ്ട് ആഡ് ചെയ്താലും അത് ഓക്കെയാണ്. അപ്പോൾ ഇത് ഐ എം ഹോപ്പിംഗ് ഇറ്റ് വിൽ ബിക്കം സോഫ്റ്റർ. ഇറ്റ് ഈസ് ബിക്കമിങ് സോഫ്റ്റർ. നേരത്തെ ഹാർഡായിരുന്നു, ഇപ്പോൾ ഇച്ചിരി സോഫ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഐ ജസ്റ്റ് മിക്സ് ഇറ്റ് ഫോർ 2 minutes. അതൊന്ന് ആവുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ചീസ് കേക്ക് ബാറ്ററിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ നമ്മുടെ ജെലറ്റിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ജെലറ്റിന് ഇച്ചിരി തിക്ക് ഇതായിട്ടുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വിസ്ക് യൂസ് ചെയ്യാൻ പോവാം കേട്ടോ. വിസ്ക് യൂസ് ചെയ്തിട്ട് ജെലറ്റിൻ ഫുള്ളി ഇതിൽ മിക്സ് ആവുന്നവരെ മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ട് അടുത്തത് നമ്മുടെ വിപ്പിംഗ് ക്രീം എടുക്കുകയാണ്. ദിസ് ഈസ് ഓൾസോ 200 grams ഓഫ് വിപ്പിംഗ് ക്രീം. അപ്പോൾ 200 grams ഓഫ് ക്രീം ചീസ് ആൻഡ് 200 grams ഓഫ് വിപ്പിംഗ് ക്രീം. ഇതൊന്ന് വിപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ മെറേങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര എയറി ആവുന്ന പോലെയൊന്നും വേണ്ട. ജസ്റ്റ് ഒരു ഇച്ചിരി തിക്കാവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇനി നമ്മുടെ ക്രീം ചീസ്, ഹണി, യോഗേർട്ട്, ജെലറ്റിൻ ഈ മിക്സ് നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ വിപ്പ് ചെയ്യരുത് അല്ലെങ്കിൽ കൂടുതൽ മിക്സ് ചെയ്യരുത് എന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം അത് സെപ്പറേറ്റ് ആവും. നമ്മുടെ ക്രീം ചീസിൻ്റെ മിക്സ്ചറും നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ്ചറും സെപ്പറേറ്റ് ആവും, വിച്ച് ഈസ് നോട്ട് ഗുഡ്.
അപ്പോൾ don't mix it too much, just until everything comes together. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നമ്മൾ 2 ഫ്ലേവേഴ്സ് ചെയ്യണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇതിൽ നിന്നൊരു 150 ഗ്രാംസ് നമ്മളെടുത്ത് മാറ്റി വയ്ക്കാൻ പോവാണ്. ഞാൻ ഈ ക്രീം ചീസിൻ്റെ പാത്രത്തിലേക്ക് തന്നെ ആക്കുക കേട്ടോ. നമ്മൾ ഈ ബാറ്ററിയിൽ നിന്നൊരു 150 ഗ്രാംസ് നമ്മൾ മാറ്റുക കേട്ടോ. ഗ്രാംസ് മാറ്റിയിട്ട് ബാക്കിയുള്ള ഈ ബാറ്റർ നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. അത് നമ്മൾ നമ്മുടെ ബിസ്ക്കറ്റ് ബേസ് വെച്ചിട്ട് ഫ്രീസ് ചെയ്യാൻ വെച്ചേക്കാണ്. അത് ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം. Just going to use a spatula to get maximum out into here. എന്നിട്ട് ഇതിൻ്റെ മോൾ ഭാഗം ഒന്നിങ്ങനെ സ്മൂത്ത് ആക്കി കൊടുക്കാം കേട്ടോ. So after we've added the batter to our tin, ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കുക, ജസ്റ്റ് ചുമ്മാ അതൊന്ന് ഈവൻ ആയിട്ട് വരാൻ. ഇനി ദിസ് വി വിൽ പുട്ട് ഇൻ ടു ദ ഫ്രീസർ വൈൽ വി മേക്ക് നമ്മൾ മാറ്റി വെച്ച ബാറ്ററിൻ്റെ ഫ്ലേവർ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് ഇത് ഫ്രീസറിലിരുന്ന് സെറ്റപ്പ്. നമ്മുടെ മാറ്റി എടുത്ത് വെച്ചേക്കുന്ന ക്രീം ചീസ് ബാറ്ററിലേക്ക് നമ്മളൊരു ഓറഞ്ച് ഫ്ലേവറാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇഫ് യു വാണ്ട് യു ക്യാൻ ആഡ് ഫുഡ് കളറിങ് അതിലേക്ക് മാത്രം. അപ്പോൾ അത് വേറൊരു സെപ്പറേറ്റ് ഇതായിട്ടിരിക്കും. ഇവിടെ ഫുഡ് കളറിങ് യൂസ് ചെയ്യാറില്ല. നമ്മൾ എന്ത് കുക്ക് ചെയ്യുമ്പോഴും ഫുഡ് കളറിങ് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഐ എം നോട്ട് ആഡിങ് ഫുഡ് കളറിങ്. പക്ഷെ ഒരു മോർ എസ്തറ്റിക് പ്രസൻറ്റേഷന് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറിങ് ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ ഓറഞ്ച് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. 50 ഗ്രാംസ് ഓഫ് ഓറഞ്ച് ജ്യൂസാണ് വേണ്ടത്. ഞാൻ അത് എടുക്കുന്നതിന് മുമ്പ് ഇതൊരു ലിക്വിഡാണല്ലോ, ഇത് നമ്മുടെ ഓൾറെഡി മിക്സ് ചെയ്ത് ചീസ് കേക്ക് ബാറ്ററിലേക്ക് ഇടുമ്പോൾ അതിലുള്ള നമ്മൾ ഇട്ടേക്കുന്ന ജെലറ്റിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ വേണം. അപ്പോൾ ഒരു 2.5 ഗ്രാംസ് ഓഫ് ജെലറ്റിനും കൂടി ഇച്ചിരി വാട്ടറിൽ ഒഴിച്ചിട്ട് ഞാനിവിടെ എടുത്ത് വെക്കുകയാണ്, നമുക്ക് നമ്മുടെ ഓറഞ്ചിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒരു മെഷറിംഗ് കപ്പിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഒരു ഹോൾ ഓറഞ്ച് വേണ്ടി വന്നു കേട്ടോ. നമ്മൾ 50 ഗ്രാം എന്ന് പറയുമ്പോൾ അത് ഓറഞ്ചിൻ്റെ അകത്ത് നിന്ന് എത്ര ജ്യൂസ് കിട്ടുന്നു അതനുസരിച്ചിരിക്കും. അപ്പം ഞാൻ ഇതിലൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഒരു അരിപ്പ വെച്ച് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം. അടുത്തത് നമ്മൾ ഇതിലേക്ക് 5 ഗ്രാംസ് ഓഫ് ഷുഗർ ആട്ടോ ആഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടി ഒരു 5 ഗ്രാം പഞ്ചസാര. യെസ്. അപ്പോൾ ആഫ്റ്റർ ദ ഷുഗർ ഇനി നമ്മളിവിടെ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ജെലറ്റിൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് നമ്മളിതൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്നെല്ലാം ഒന്ന് മിക്സായി വരുന്നവരെ ഒന്ന് ഹീറ്റ് ചെയ്യും. ജസ്റ്റ് ഈ ഷുഗറും ഇതും എല്ലാം കൂടി ഒന്ന് മിക്സായി വരുന്നവരെ. നമ്മൾ ഹീറ്റിൽ വെച്ച് ചെയ്യാൻ പോകുന്നതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഹോട്ട് വാട്ടറിൽ വെച്ച് മിക്സ് ചെയ്ത പോലെ മിക്സ് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ കൊണ്ടുപോയി ഇത് ചൂടാക്കിയിട്ട് വരാം. ഇതിപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ജെലറ്റിനും ഷുഗറും എല്ലാം നമ്മുടെ ഓറഞ്ച് ജ്യൂസുമായിട്ട് കംപ്ലീറ്റ്ലി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആറ്റണം. നമ്മുടെ ചീസ് കേക്ക് ബാറ്ററിലേക്ക് ഇത് ഒഴിക്കുന്നതിന് മുമ്പ് ഇത് നന്നായിട്ട് ആറണം. ആറിയിട്ടേ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഓറഞ്ചും ജെലറ്റിനും എല്ലാം ആറിയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഫുള്ളി നമ്മുടെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷെയ്ഡ് ചേഞ്ചോ കളർ ചേഞ്ചോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റും ടേസ്റ്റും ഒരു സ്ലൈറ്റ് വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ ആഡ് ചെയ്തർ ഓറഞ്ച് ഓർ യെല്ലോ ഫുഡ് കളറിങ്. നമ്മളിത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന്
ലിക്വിഡി ആവും. അപ്പോൾ ദിസ് ഇസ് ഡൺ ആൻഡ് ഐ ടുക്ക് ആർ ചീസ് കേക്ക് ഔട്ട് ഓഫ് ദ ഫ്രീസർ. ഇതിപ്പോൾ ഒരു ഹാഫ് ആൻ അവർ പോലും ആയിട്ടില്ല ഫ്രീസറിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് അങ്ങനെ അധികം സെറ്റായിട്ടില്ല. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതൊഴിക്കാൻ പോവാം കേട്ടോ. എന്നിട്ട് ഇത് ഈവൻലി സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി നമ്മളിത് ഫ്രീസറിലേക്ക് വെക്കുകയാണ് ഫോർ 3 hours. പക്ഷേ ഇത് ഓരോ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കുമ്പോഴും ഓരോ സമയം ആണ് ഇത് എടുക്കാറുള്ളത് സാധാരണ. അപ്പോൾ ഒരു 4 hours, മേ ബി 5 hours. യു കൻ ജസ്റ്റ്, ഇപ്പം നമുക്ക് ഈവനിങ്ങിലത്തേക്കാണ് ഇത് ആവശ്യമെങ്കിൽ ഇത് രാവിലെ അല്ലെങ്കിൽ ഉച്ചയാകുമ്പോൾ എടുത്ത് ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ചിട്ട് എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് അപ്പം എടുത്താൽ മതി. സോ മിനിമം ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ ഫോർ അപ് ടു 2 days ഇത് ഇരുന്നോളും ഇൻ ദ ഫ്രീസർ വിത്ത് നോ പ്രോബ്ലം. അപ്പം നമുക്കിനി ഇത് കൊണ്ടുപോയിട്ട് ഫ്രീസറിൽ വയ്ക്കാം. ഇത് സെറ്റായി കഴിയുമ്പോൾ ഞാനിത് എടുത്ത് കാണിക്കാം. അങ്ങനെ ആഫ്റ്റർ 4 hours നമ്മുടെ ചീസ് കേക്ക് റെഡിയാണ്. ഞാൻ നമ്മുടെ ചീസ് കേക്ക് ഫ്രീസറിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഈ കേക്ക് ഇതിൽ നിന്ന് ഊരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇച്ചിരി സമയമായി എടുത്ത് കെപ്റ്റ് ഇറ്റ് ഔട്ട് സൈഡ്. എനിവേസ് നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് അത്ര ചൂടൊന്നുമില്ല, ചെറിയൊരു ചൂടുവെള്ളം, ഒരു പീസ് സംതിങ് ക്ലോത്ത് ഒന്ന് മുക്കുക. എന്നിട്ട് ഈ ചെറിയ ചൂടുള്ള സാധനം നമ്മൾ നമ്മുടെ ഈ പാത്രത്തിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നമുക്കിത് സ്മൂത്തായിട്ട് ഊരി വരണമല്ലോ. ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു 2 minutes കഴിയുമ്പോൾ ഇത് നല്ല സിമ്പിളായിട്ട് ഊരിപ്പോരും. സേഫ്റ്റി ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഐ തിങ്ക് വിൽ സ്റ്റോപ്പ് നൗ. ആൻഡ് നൗ വി വിൽ ടേക്ക് ദിസ് ഓഫ്. അപ്പോൾ ഇതിൻ്റെ ടിന്നിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. നമ്മൾ ഇതിങ്ങനെ ഊരിയിട്ട് ടിൻ ഊരിയെടുക്കാം. ലൈക്ക് ദാറ്റ്. ഇച്ചിരി കൂടുതൽ അലിഞ്ഞും തോന്നുന്നു മോൾ ഭാഗത്ത് മാത്രം, അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. നമുക്കതൊന്ന് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. ആസ് യു കെൻ സീ ആർ ചീസ് കേക്ക് ലുക്സ് പെർഫെക്റ്റ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ഒരു ഹണി ചീസ് കേക്ക് ആണല്ലോ. ഇതിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ഇച്ചിരി ഹണി ഒഴിക്കുക കേട്ടോ. സോ നൗ ഞാൻ എൻ്റെ അടിയിൽ ഇൻ കേസ് ഇത് സ്പില്ലായി പോകണ്ടെന്ന് വെച്ചിട്ട് അവിടെ ഒരു എക്സ്ട്രാ പ്ലേറ്റും കൂടി വെച്ച് ഇനി നമുക്ക് ഒരു പീസ് എടുത്ത് നമുക്ക് പ്ലേറ്റ് ചെയ്യാം കേട്ടോ. There. Look at that. Our beautiful piece of cheesecake. അടിപൊളിയായിട്ടില്ലേ? It's very easy to make and looks amazing too. ഇനി നമുക്കിത് ചുമ്മാ ഗാർണിഷ് ചെയ്യാൻ നമുക്ക് ഇച്ചിരി സാധനങ്ങളൊക്കെ സൈഡിൽ വയ്ക്കാം. ഞാൻ ഇച്ചിരി ബ്ലൂബെറിയും കിവിയും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് രണ്ടും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ചീസ് കേക്ക് റെഡിയാണ്, പ്ലേറ്റ് ചെയ്തു. സോ നൗ ഐ വിൽ ടേസ്റ്റ് ഇറ്റ്. ഐ മീൻ ഐ നോ ഹൗ ഗുഡ് ദിസ് ടേസ്റ്റ്സ് ബിക്കോസ് ഞാനിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉണ്ടാക്കുന്നതാണ്. നൗ യു ഗൈസ് ഹാവ് ടു മേക്ക് ഇറ്റ് ആൻഡ് ലെറ്റ് മീ നോ ഹൗ ഗുഡ് ഇറ്റ് ഈസ്. ഓക്കെ, as amazing as always. So creamy, so tasty. You can like, let me try getting it with a little bit of, oh, it fell off. Look at that. നമ്മളിതിൽ വേറെ ഫ്ലേവർ ഒന്നും ചേർക്കാത്തതുകൊണ്ട് you can eat any fruits along with it and it will taste absolutely amazing. I hope എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ certainly try out the recipe. Don't forget to like, share and subscribe to the channel and leave down a comment as well. I will see you all in the next video. Bye bye.